നല്ല കാറ്റ്. ഇത് 150 പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈസൂരിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. എൻ്റെ കൂടെ ഞാൻ കൂടാതെ 16-17 പേരുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ പുറപ്പെട്ടു. ഇന്ന് രാവിലെ 8 മണിയാകുമ്പോൾ എത്തി. ഇനി ഞങ്ങൾ വന്ന് ഇവിടെ ഹോട്ടലിൽ, ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ഫ്രഷായി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാണാൻ പോകുന്നത് മൈസൂർ പാലസ്. ഒരുപാട് സ്പോട്ടുകൾ ഇന്ന് മൈസൂരിൽ കാണാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ടൈം ഷെഡ്യൂളിനാണെങ്കിൽ ഏതൊക്കെയാണ് കാണാൻ പറ്റുക എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഞങ്ങൾ ഫുൾ പ്ലാനിങ്ങോട് കൂടി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഷാനീസ്. സെൻറ്റ് ഫിലോമിന ചർച്ചിൻ്റെ മുമ്പിലാണ്. നേരത്തെ നമ്മൾ പാലസ് കാണാൻ പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് മുമ്പ് ഈ ഹോട്ടലിൻ്റെ അടുത്ത് നേരെ കാണാനുള്ളത് സെൻറ്റ് ഫിലോമിന ചർച്ചാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 112 അടി ഹൈറ്റാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോട്ടോ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന വലിയ തിരക്കിലൊക്കെയാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ മൈസൂർ പാലസിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. വലിയ ആളുകൾക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് ചാർജ്. അപ്പോൾ എന്തായാലും മൈസൂർ പാലസ്, ഈ പാലസിന് ഇതിൻ്റെ വലിപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. 5 മെയിൻ ഗേറ്റുകൾ തന്നെയുണ്ട്. അപ്പം തന്നെ അതിൻ്റെ ഒരു വലിപ്പത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കാം. എന്തായാലും ഈ മൈസൂർ കാഴ്ചകളിലേക്ക് അപ്പം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക. ഈ ശരിക്കും പാലസ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ശ്രീരംഗപട്ടണത്തേക്കാണ്. ഇവിടുന്ന് ഒരു 1/2-3 മണിക്കൂറുണ്ട്. ഇങ്ങനെയുള്ള വണ്ടികളിലൊക്കെ ആൾക്കാർ പോകുന്നത് കണ്ടോ. അങ്ങനെ പോയും ഈ റൗണ്ട് ചുറ്റിയടിക്കാം. ശരിക്കും അങ്ങനെ പോകുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. കാര്യം ഇത്രയും റൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ആരും ഇവിടെ ചെയ്യാറില്ല. എന്നാലും ഏറെക്കുറെയൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ നേരെ ശ്രീരംഗപട്ടണം.
ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് ഈ ശ്രീരംഗപട്ടണത്തേക്ക് 24 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മളിവിടെ എത്തി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പുവിൻ്റെ ഗുംബസാണ് നമ്മൾ കാണാൻ പോകുന്നത്. ടിപ്പുവിൻ്റെ ടോംബ് അങ്ങനെയൊക്കെ ഇതിനെ പേര് പറയും. ടിപ്പുവിനെ അടക്കം ചെയ്തത് ഇവിടെയാണ്. അതുപോലെ തന്നെ ടിപ്പുവിൻ്റെ ഉപ്പയും അതുപോലെ തന്നെ ഉമ്മയും ഒക്കെ അടക്കം ചെയ്തൊരു സ്ഥലമാണ്. അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നോക്കാം. നല്ല ഗാർഡനും പൂക്കളും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നട്ടുച്ചയായ കാരണം ഇത് അത്ര വലിയ സുഖമൊന്നുമില്ല കാണാനായിട്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, രസമുണ്ട്. നമ്മുടെ അവിടുത്തെ അത്ര ഹെവി ചൂട് സത്യം പറഞ്ഞാൽ ഇല്ല. ഇപ്പം ഇവിടെ സമയം എന്ന് പറയണത് 2:15. 2:15 നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അത്ര പ്രശ്നമൊന്നുമില്ല, നമുക്ക് സഹിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് പോകുന്നത്, ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിപ്പുവിൻ്റെ സമ്മർ പാലസ് ഉണ്ട്. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കുറേയധികം ഷോപ്പിങ്ങിന് കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളത് റേറ്റിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. കാര്യം ചിലരൊക്കെ നല്ല പറഞ്ഞതിനേക്കാളും റേറ്റൊക്കെ നന്നായിട്ട് കുറച്ചിട്ടാണ് പറയാറ്. അപ്പോൾ അത് അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും അതൊക്കെ ഒന്ന് ആദ്യം കാണാം. ഭംഗിയുണ്ട്. നല്ല കാറ്റ്. ഇത് 150 ഓക്കെ ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലേ. 3 ഉണ്ട്. ഇത് എത്ര? നമ്മുടെ കൂടെ ഉള്ളതാണ്. മുഖം കാണിക്കും. ഭയങ്കര എന്താണ് വിലപേശലാണ്. അവിടെ വിലപേശട്ടെ, നമുക്ക് അടുത്ത ഷോപ്പിൽ പോകാം. നമ്മൾ എത്തിയിരിക്കുന്നത് സമ്മർ പാലസിലാണ്, ടിപ്പുവിൻ്റെ സമ്മർ പാലസ്. ഈ പാലസിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. വൃന്ദാവൻ ഗാർഡനിലാണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ? ഈ ഒരു ഫീൽ തന്നെയാണ് ഇവിടെ ഓരോ സ്ഥലത്തേക്കും നോക്കുമ്പോഴും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്രയുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് കാണാം. അപ്പോൾ ഇനി വേറെ വിശേഷങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളെ കത്തിവെച്ച് കൊല്ലുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിഷ്വലിലേക്കാണ് പോകുന്നത്. അടിപൊളിയാണ് കേട്ടോ സ്ഥലം. അപ്പോൾ സാധാരണ എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട്, എന്താണ് ഈ ഡോറയുടെ പ്രയാണം?
വേറെ ഒന്നുമല്ല, ഇത് ഞാൻ നടത്തുന്ന ഒരു ടൂറാണ്, ഒരു ചെറിയ ടൂർ കമ്പനിയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പാക്കേജുകൾ ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ട്രിപ്പായിരുന്നു മൈസൂർ എന്ന് പറയുന്നത്. മൈസൂരും ഇനി ഞങ്ങൾക്ക് നാളെ പോകാനുള്ളത് കൂർഗുമാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു വൈൻഡപ്പിനുള്ള സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ഈ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഈ ഒരു ഇവിടുത്തെ ഉള്ള കാഴ്ചകളിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ഇനി നേരെ നമ്മൾ ഇവിടുത്തെ വിഷ്വലിലേക്ക്.